ഈ അടുത്ത് ട്രെൻഡ് ചെയ്തൊരു വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. 84 വയസ്സുള്ള ഒരാൾ, ദീപ് റായ് എന്ന് പറയുന്ന ബീഹാറിലെ വിശാലി സെഷൻസ് കോർട്ട് ഒരു ശിക്ഷ പുറപ്പെടുവിപ്പിച്ചു. ഇദ്ദേഹത്തിന് അറ്റംപ്റ്റ് ടു മർഡർ കേസിൽ ശിക്ഷിച്ചു. അതും 34 വർഷം മുന്നേ നടന്ന ഒരു കേസിൽ അക്യൂസ്ഡ് ഒരാളെ ഇപ്പോൾ 84 വയസ്സിൽ അദ്ദേഹം നടക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അദ്ദേഹത്തിനെ 3 ആൾക്കാർ പിടിച്ചാണ് കോടതിയിൽ കൊണ്ടുവന്നത്. ഇദ്ദേഹം 1992 ഒരു ഡിസ്പ്യൂട്ട് കേസിൽ അന്നത്തെ കംപ്ലയിൻറ്റ് ചെയ്ത ആളെ അവരുടെ ഫാമിലിക്കെതിരെ ഗൺ ഷോട്ട് നടത്തിയെന്ന് പറഞ്ഞ് അറ്റംപ്റ്റ് ടു മർഡറിന് ചാർജ് ചെയ്തു. പക്ഷേ ഇത്രയും വർഷം കേസ് നീണ്ടി കോടതിയിലുള്ള ഒരുപാട് സമയം കഴിഞ്ഞതിന് ശേഷം ഈ കേസായിട്ട് ബന്ധപ്പെട്ട മറ്റാൾക്കാരെല്ലാം മരിച്ചു. ഇപ്പോൾ ഇദ്ദേഹം മാത്രം ജീവിച്ചിരിക്കുന്നുണ്ട്. കോടതി 3 വർഷത്തെ കഠിന തടവും 25,000 രൂപ പിഴയാണ് ഈടാക്കിയിരിക്കുന്നത്. ബാക്കിയുള്ള ആൾക്കാർ ഈ കേസിലുള്ളവർ മരിച്ചുപോയി, അവർക്ക് 10 വർഷം തടവ് കൊടുത്തു. മരിച്ച ആൾക്കാരായതുകൊണ്ട് സിംബോളിക് ആയിട്ടാണ് കൊടുത്തത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ കണ്ടപ്പോൾ തന്നെ ഇമ്മീഡിയറ്റ്ലി ബെയിൽ ഗ്രാൻറ്റ് ചെയ്തു. സോ ഈ ഒരു ഇഷ്യൂ കൊണ്ടുവരുന്ന വലിയൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ സ്പീഡി ട്രയൽ, ജുഡീഷ്യൽ ഡിലേ എന്ന് പറയുന്ന വലിയൊരു സംഭവം നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. സോ ഒരു സ്പീഡി ട്രയൽ എന്ന് പറയുന്നത് ഒരു റൈറ്റ് ആണെന്നൊക്കെ നോക്കുമ്പോൾ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് നോക്കുമ്പോൾ ആർട്ടിക്കിൾ 21 നോ പേഴ്സൺ ഷാൽ ബി ഡിപ്രൈവ്ഡ് ഓഫ് ഹിസ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി എക്സെപ്റ്റ് അക്കോർഡിംഗ് ടു പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന് നമ്മൾ പറയുന്നത്. ഇത് പല രീതിയിൽ കോടതി വ്യാഖ്യാനിച്ചിട്ടുണ്ട്. മനേക ഗാന്ധി വേഴ്സസ് 1978 കേസിലും ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ പല കോർട്ടിൻ്റെ വേർഡിക്റ്റിലും സ്പീഡി ട്രയൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ജുഡീഷ്യൽ ഡിലേ പാടില്ല എന്നുണ്ട്. ഇപ്പോൾ ഹുസൈൻ ഖത്തൂണിൻ്റെ കേസ് 1979 സ്പീഡി ട്രയൽ വേണമെന്ന് പറഞ്ഞു. അബ്ദുൾ റഹ്മാൻ്റെ കേസ് 1992 സ്പീഡി ട്രയൽ വേണമെന്ന് പറഞ്ഞു. രാമചന്ദ്ര റാവു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കർണാടക 2002 സ്റ്റേറ്റിൻ്റെ ഡ്യൂട്ടിയാണ് സ്പീഡി ട്രയൽ കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം 35 വർഷത്തിനൊക്കെ ശേഷം ജയിലിൽ 84 വയസ്സിലൊക്കെ ശിക്ഷിക്കുക എന്ന് പറയുമ്പോൾ ജുഡീഷ്യൽ ഡിലേ വലിയൊരു ചലഞ്ച് തന്നെയാണ് നമ്മുടെ രാജ്യത്ത്. ആസ് ഓഫ് മെയ് 2026 സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ചിട്ട് ഏകദേശം 5.5 കോടി കേസുകളാണ് നമുക്കിന്ന് പെൻഡിങ് ഉള്ളത്. അതിൽ ഓൾമോസ്റ്റ് 30 വർഷത്തിന് മുകളിലുള്ള പെൻഡിങ് കേസസ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 1,80,000 കേസുകൾ വരെയുണ്ട്. അപ്പോൾ എങ്ങനെ ഈ ജുഡീഷ്യൽ ഡിലേ സോൾവ് ചെയ്യാന്ന് പറയുമ്പോൾ ലോ കമ്മീഷൻ്റെ 120ാമത്തെ റിപ്പോർട്ട് തന്നെ പറയുന്നുണ്ട്. ഏകദേശം 10 ലക്ഷം ആൾക്കാർക്ക് 22 ജഡ്ജസാണ് ഉള്ളത്. ജഡ്ജസിൻ്റെ എണ്ണം കൂട്ടി 22 എന്നുള്ളത് 50 ആക്കണം എന്ന് ലോ കമ്മീഷൻ റിപ്പോർട്ട് പറയുന്നുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് അഡ്ജേൺമെൻ്റ് ആണ്. ഒരു കേസിൽ മാക്സിമം 2-3 അഡ്ജേൺമെൻറ്റ് സിവിൽ ക്രിമിനൽ വെച്ചിട്ട് കുറയ്ക്കണം. കാരണം പലപ്പോഴും കേസ് വിളിച്ചു കഴിയുമ്പോൾ വക്കീൽ പറയും ക്ലയൻറ്റ് റെഡിയല്ല, ഞാൻ റെഡിയല്ല, ആബ്സെൻ്റ് ആയി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കേസുകൾ ഇങ്ങനെ നീണ്ട് അഡ്ജേൺമെൻറ്റ് എടുത്തു പോകുന്നുണ്ട്. പിന്നെ പലപ്പോഴും പറയുന്ന മറ്റൊരു കാര്യം ഓൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ, ADR, ലോക് അദാലത്ത് പോലത്തെ ഒരുപാട് കാര്യങ്ങൾ, ഫാസ്റ്റ് ട്രാക്ക് കോർട്ട്, സ്പെഷ്യൽ കോർട്ടുകളെല്ലാം കൊണ്ടുവന്ന് ഈ 30 വർഷത്തെ ഡിലേ പോലത്തെ കേസുകളെല്ലാം ഇമ്മീഡിയറ്റ്ലി സെറ്റിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്.